തങ്കം എന്തോ തങ്കം ഇവിടെ ഉണ്ടായിരുന്നു. ഇത് എന്റെ പണി തുടങ്ങിയാ നീ? അല്ലല്ലേ ഇത് അല്ല, ഒരു കാര്യം പറയാൻ വന്നാ. നിങ്ങൾ കഴിച്ചായിരുന്നോ? ഇല്ല, അതേ പാത്രം കഴിയണുള്ളൂ. നിങ്ങൾ കഴിച്ചാ? ഇല്ല, കഴിച്ചില്ല. എന്നാ പിന്നെ ഇവിടുന്ന് കഴിക്കാം. എന്താണ്? കഞ്ഞി. അറിയാം. എന്ത് കഞ്ഞിയാണെന്ന് കഞ്ഞി കഞ്ഞി കഴി വന്നൊക്കെയാണ്. ഇല്ല, കഞ്ഞി കാണാൻ വന്നതാ. പറ കഞ്ഞി. ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാണ്. നാളെ രാവിലെ ഒരു തീർത്ഥയാത്ര പോയാലും ആലോചിക്കും. കാശിക്ക് തന്നെ അളിയാ? അത് കുറച്ച് കഴിഞ്ഞിട്ട് എവിടെ? നമ്മുടെ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ദേവി ക്ഷേത്രം, കോട്ടയത്തിനടുത്ത്. മൂകാംബിക? മൂകാംബിക കർണാടകത്തിലല്ലേ, കൊല്ലൂര്. മൂകാംബിക എന്ന് പറഞ്ഞു? ദക്ഷിണ മൂകാംബിക. ദക്ഷിണ മൂകാംബിക അതെവിടെ? പനച്ചിക്കാട് ദേവി ക്ഷേത്രം കോട്ടയത്തിനടുത്താ. ഇവിടെ കേരളത്തിലാ? മൂകാംബിക എന്ന് കേട്ടപ്പോ ഞാൻ അങ്ങ് പോയി. ഇവിടെ എവിടെ? എനിക്ക് മന്നോടാ അഞ്ഞു പിടിക്കാൻ വേണ്ടി വന്നതാ. എടി അവര് ഭാര്യയും ഭർത്താവും പോയിട്ട് നീ എവിടെ വലിഞ്ഞു കയറി പോണത്? അവരെവിടെയെങ്കിലൊക്കെ പോയിട്ട് വരട്ടെ. ആളെ നമ്മൾ ഹണിമൂണിന് പോകുന്നതല്ലോ, ഇതിപ്പോ എല്ലാരും കൂടെ ചേർന്നാണ് പോകുന്നത്. അമ്പലത്തിൽ പോകുന്ന കാര്യമല്ലേ, നമുക്ക് എല്ലാവരും പോകാം. പിള്ളേർക്ക് അവിടെ എഴുത്തിനിരുത്തും. പഠിക്കുന്ന പിള്ളേരെല്ലാരും അവിടെ പോകും. നമുക്ക് സമയമില്ലടിയാ, എല്ലാരും കൂടെ നാളെ വേറെ ഇത്തിരി പരിപാടികളുണ്ട് എനിക്ക്. എന്തുകോ അളിയാ, ഒരു പൊതുപ്രവർത്തനല്ലേ ഞാൻ. അപ്പൊ എനിക്ക് കുറെ പരിപാടികളുണ്ട് നാളെ, തിരക്കിട്ടെ. അതെന്ത് കാര്യം ചോദിച്ചത്? ഇപ്പൊ ഒരു പൊതുപ്രവർത്തനത്തിന്റെ എല്ലാ കാര്യവും നിങ്ങളത് പറയാൻ പറ്റുമോ? പുറത്ത് പറയാൻ പറ്റാത്ത കാര്യമാണോ? നീ ഒരു കാര്യം, നീ എന്റെ പി ആയിട്ട് എന്റെ കൂടെ അപ്പൊ നിനക്കറിയാം ഞാൻ എവിടേക്കാണ് പോണെന്നൊക്കെ. എന്റെ ജമന്തി, ഇതിപ്പോ മാസ ശമ്പളം സർക്കാർ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ പോകുമ്പോ വല്ലതും ചില്ലറ കിട്ടിയാലേ അരി മേടിക്കാൻ പറ്റുള്ളൂ. ഇടയ്ക്കൊക്കെ അമ്പലത്തിൽ പോയാലേ അരി മേടിക്കാൻ കിട്ടുള്ളൂ. എല്ലാരും കൂടെ പോകുമ്പോ ഒരു സന്തോഷമല്ലേ. ഒരു കാര്യം ചെയ്യും, അളിയനൊക്കെ പോയി ചെയ്ത പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു വാ. നമ്മളിവര് അങ്ങനെയൊന്നും ചെയ്യാത്തോണ്ട്. ഇല്ല എനിക്ക് നാളത്തെ പരിപാടി മാറ്റി വെക്കാൻ പറ്റില്ല. മാറ്റി വെക്കാനാ? എടി ഈ ക്ലീറ്റേക്ക് പോലെ അവിടെ വേറൊരു ക്ലീറ്റേക്ക് വെക്കാനില്ല. അതുകൊണ്ട് നാളത്തെ പരിപാടി അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല. ഒരു കാര്യം ചെയ്യളിയാ, ഇവളും കൊച്ചുമൊക്കെ വരട്ടെ. അതിന്റെ ചെലവ് എത്രയാണെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് തരാം. അവര് പറഞ്ഞതിന്റെ ചെലവ് എത്രയെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് തരാടേ. പ്രശ്നം തീരുന്നില്ലേ? അങ്ങനെയാണോ സാധാരണ ചെയ്യുന്നത്? അങ്ങനെ നീ എനിക്ക് തന്നു തീരൂല. എന്തോന്ന് ഞാൻ ചെലവാക്കിയ പൈസ? നീ ആവശ്യമില്ലാതെ കണക്ക് പറയല്ലേ. അളയാ, നീ വരാൻ നോക്ക്. കാറൊക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, മനസ്സിലായല്ലേ? കണ്ട, ഇവൻ കാറ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞതിൽ തന്നെ കണക്ക് പറയാൻ വേണ്ടിട്ടാണ് അത് ഇപ്പൊ എടുത്ത് പറഞ്ഞത്. ഇല്ലേ നീ ഇപ്പൊ എന്തിനു കാറെന്ന് പറഞ്ഞത്? പിന്നെ പോകുന്നത് നടത്താണോ പോകുന്നത്? നമ്മൾ എല്ലാവരും ഒരുമിച്ച് കാറിലങ്ങ് പോകും. എന്റെ സംഭവം ശരി തന്നെ. നീ ഇപ്പൊ പറഞ്ഞത് കണക്ക് പറയാൻ വേണ്ടിട്ടാണ്, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. സ്നേഹത്തോടൊരു കാര്യം ഇവിടെ പറയാൻ ശ്രമിച്ചു. ഞാൻ എത്ര നല്ല വന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവരും കൊച്ചുമൊക്കെ വരും. ഞങ്ങളല്ലെങ്കിലും പോവും. അങ്ങനെ നീ ഉറപ്പിച്ച് പറയണ്ട കേട്ടോ. നോക്കാം, ഞാൻ ഇച്ചിരി അഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ട് തീരെ താഴെ കയറണ്ട. 4 പ്രാവശ്യം നിർബന്ധിച്ചാൽ മതിയാ? വേണ്ടടാ, നിർബന്ധിക്കണ്ട. നമ്മള് പോകുമ്പോ തന്നെ വന്നോളൂ. നീ എന്താ പറഞ്ഞ? നിർബന്ധിക്കുമ്പോ നീ തന്നെ വന്നോളൂ. കൂടുതൽ നികളിക്കല്ലേ തങ്കം? എനിക്കറിയാം നിലയ്ക്ക് നിർത്താൻ. ഇത്തിരി വിട്ടുവീഴ്ച ചെയ്ത് തലേ കയറുവാ. വണ്ടി നീ ബുക്ക് ചെയ്തോ? ഇന്നോവ? അയ്യോ, ഒരു പ്രാവശ്യം ബുക്ക് ചെയ്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. ഞങ്ങളെ മാറിയില്ല ക്ഷീണം. അപ്പൊ റെഡിയാവുന്നേ? എപ്പോ പോണം? രാവിലെ പോണം. പോണെങ്കിൽ രാവിലെ പോണം. നേരത്തെ പിന്നെ നേരത്തെ കിടന്നു. കഞ്ഞി കുടിച്ചിട്ട് പോയിരിക്കുന്ന. കഞ്ഞി കുടിച്ചിട്ട് പോ. അങ്ങോട്ട് പോയി കഞ്ഞി കുടിച്ചിട്ട് പോകണം. കരിവാടാ ഉണക്കമീൻ. നിന്റെ ഭാഷയിൽ അങ്ങനെ പറയേണ്ടി വരും കുറച്ചുകൂടി. നാളെ അമ്പലത്തിൽ പോകേണ്ടതാ. കരിവാടും കുരുവാടൊക്കെ എടുത്ത് തിന്നരുത്. ഓ, അത് ഞാൻ പറഞ്ഞു. അപ്പൊ സെറ്റുമുണ്ട് എടുക്കണേ. സെറ്റുമുണ്ട്. ഉണക്കമീനൊന്നും വേണ്ട. സോപ്പില്ല. Alien versus Alien.